കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള പാസ്റ്റർ ബിനു ചേച്ചിയെ വിവാഹം കഴിച്ചു. അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്നാണ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണുസുധി രംഗത്ത് വന്നിട്ടുണ്ട്. രേണുസുധിയുടെ ആദ്യത്തെ ഭർത്താവ് കോട്ടയം ഞാലിയാങ്കുഴിയിലെ ബിനു എന്ന പേരുള്ള പാസ്റ്ററാണ് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ രേണുസുധി ഇപ്പോൾ വന്നിട്ടുണ്ട്. രേണുസുധി മെയിൻ സ്ട്രീം 1 എന്ന ചാനലിനെ കൊടുത്തുള്ള ഇൻ്റർവ്യൂ, അതെല്ലാം കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും രേണുസുധി കൊല്ലം സുധിയായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ കല്യാണം കഴിച്ചിരുന്നോ? അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ ബിനുവായിട്ടാണോ അതോ വേറെ വല്ലവരുമായിട്ടാണോ കല്യാണം കഴിച്ചിരുന്നത്, അതോ കല്യാണം അല്ലേ ഉണ്ടായിരുന്നത്, പ്രേമമായിരുന്നോ എന്നുള്ള രീതിയിലെ കുറച്ച് കൊനിഷ്ഠ കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിൽ നോക്കാം ഗൈസ്. എന്തിനാണ് ഇങ്ങനത്തെ സാരകൾ വീഡിയോസൊക്കെ ഇടുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു തെറി വിളിക്കാതെ കട ഗൈസ്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. മൂന്നാളിന് ഇവർക്ക് എന്നാ പ്രശ്നം എന്നോടാ? അത്രയുള്ളൂ. രേണുസുധി കല്യാണം കഴിച്ചിട്ടില്ല പാസ്റ്ററിനെ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളത് കൊല്ലം സുധീനെ മാത്രമാണ്. വിവാഹം എന്നത് താലി കെട്ടുക, നിയമപരമായിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആകെ കല്യാണം കഴിച്ചിട്ടുള്ളത്, നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളത് കൊല്ലം സുധിയെയാണ് എന്നാണ് രേണുസുധി പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്റർ ബിനുവിന് എങ്ങനെ ഇവിടെ വന്നത്? എനിക്ക് തോന്നുന്നത് ഏതോ ഒരു കൊരണ്ടിത്തലേനെ അല്ലെങ്കിൽ കൊരണ്ടിത്തലച്ചി ഒരു പേരിട്ടിട്ട് ഇട്ടതായിരിക്കാം, അല്ലേ? ആയിരിക്കാം. അത് മാത്രമല്ല വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ പാസ്റ്റർ ബിനുവിനെ അറിയില്ല എന്ന് പറയുന്നത്, അയാൾ പാസ്റ്റർ ബിനു ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല, അയാൾ പാസ്റ്ററാണോ എന്ന് തന്നെ അറിയില്ല, അയാൾ എപ്പോഴാണ് പാസ്റ്ററായത് അറിയില്ല, അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഞാലങ്കുഴി എന്നുള്ള സ്ഥലവുമായിട്ട് രേണുസുധിക്കൊരു ബന്ധമുണ്ട് പറയുന്നുണ്ട്. കൊല്ലം സുധി രേണുസുധി ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള നരകിച്ച ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാരായിരിക്കും, അവിടെയുള്ള കുറച്ച് വൃത്തിയായിട്ട ജന്തുക്കളുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഉള്ളകൾ അലവലാദികൾ അവിടെ, അപ്പോൾ അവർ ചെയ്ത പണിയായിരിക്കും, അവരായിരിക്കും ഈ കമൻറ്റൊക്കെ ചെയ്യണത്. രേണുസുധി വലിയ നിലയിലെത്തും എന്ന് വിചാരിച്ച് രേണുസുധിയെ അടിച്ച് താഴ്ത്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ദുഷ്ടശക്തികളായിരിക്കും ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് ഇന്ന് മനസ്സിലാവണത് വിധവകളായിട്ടുള്ള ആളുകളെ, ഇപ്പോൾ ഒരു രേണുസുധി പറഞ്ഞ വിധവകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അല്ലേ, അങ്ങനെയുള്ള ആളുകളെ സ്ലട്ട് ഷെയിം ചെയ്യാനുള്ള ഒരു പ്രവണത പൊതുവെ സമൂഹത്തിനുണ്ട് അല്ലേ. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് കിനാവ് കണ്ണീരായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് നിൽക്കുന്നതാണ് ആളുകൾക്ക് ആഗ്രഹം എന്ന് തോന്നുന്നു. രേണുസുധി അങ്ങനെയല്ല. രേണുസുധി എന്നൊക്കെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോൾഡായിട്ടുള്ള ഒരു റേഡിയാണ്. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഇവർ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. കാരണം ഇവർ ജീവിതത്തിൽ അത്രയും നരകിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അല്ലേ. അപ്പോൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കണം, അതിജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾ കിട്ടും മണ്ടൊക്കെ ഒരു പണി കൊടുക്കുക. ഓൾ അങ്ങനെയുണ്ട് ശരിയാവില്ലല്ലോ പറഞ്ഞിട്ട് ആളുകളുടെ മൈൻഡിൽ അവർക്ക് കിട്ടിയൊരു ആയുധമാണ് ഈ സ്ലട്ട് ഷെയിം ചെയ്യുക എന്നുള്ളത് തോന്നണം. അതായത് അവൾ മോശക്കാരിയാണ്, അവൾക്ക് മറ്റുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്, തട്ടിപ്പുകാരിയാണെന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ മൊത്തം ഇവർക്കെതിരാവില്ല. അപ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടില്ലോ. അപ്പോൾ അത് പ്രതീക്ഷ ചെയ്തായിരിക്കാം. എന്തായാലും രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞു കേൾക്കണ ഒരുത്തിയുണ്ടല്ലോ, ഓള് ഏത് സമയത്താണ് രേണുസുധിക്കെതിരെ അങ്ങനെ ഒരു ആരോപണമായിട്ട്, അതായത് രണ്ടാമത്തെ ഭാര്യ ഓളാണ് എന്ന് പറഞ്ഞിട്ട് ഓള് വന്നത് എന്നുള്ളതൊരു ചോദ്യം ഇവിടെ ഉണ്ട്. വേറൊരു കാര്യം, ഈ അച്ഛയുടെ പേരെന്താണ്, ഞാലങ്കുഴിക്കാരൻ എന്താണ്, ഞാലങ്കുഴി ബിനു, പാസ്റ്റർ ബിനു രേണുവായിട്ടുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധമില്ല എന്നാണ്. ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് രേണുസുധി ഇവിടെ പറയുന്നത്. പക്ഷേ രേണുസുധി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, രേണുസുധിക്ക് ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടാവും ഒരു പാസ്റ്റ് ലൈഫ്. അത് ചിലപ്പോൾ പ്രണയമായിരിക്കും, എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അതൊരു നിയമപരമായിട്ടുള്ള കല്യാണമൊന്നും അല്ലായിരുന്നു. അത് എല്ലാവരും പറയേണ്ട കാര്യമില്ല, പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ശരിയാണ്, അതെന്തിനാണ് എല്ലാവരും വിളിച്ച് പറയേണ്ട കാര്യം? ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആരും ചോദിച്ചിട്ടുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ്, പബ്ലിക്കായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതുകൊണ്ട് എല്ലാം പബ്ലിക്കായിട്ട് വെട്ടി തുറന്ന് പറയുന്നുണ്ട്. എന്തപ്പോൾ ഇത് മനുഷ്യന്മാർക്ക് അവരുടേതായ ഒരു പേഴ്സണലായ കാര്യങ്ങളുണ്ടാവില്ല, പ്രൈവസി ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ കൊല്ലം സുധിയെടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കിച്ചുവിനോടും കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നാട്ടുകാരെ ഇത് മൊത്തം ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് കാര്യം? ഓക്കെ, അതായത് കൊല്ലം സുധി അവളോട് പറഞ്ഞത് രേണുസുധിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഓവറായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല, അത് ആ സംഗതി അതോടുകൂടി തീർന്നു എന്ന്. ഓക്കെ, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ ഒരു കാര്യത്തിൽ രേണുസുധിയുടെ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. അതായത് പ്രൈവറ്റാക്കി വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റാക്കി വെക്കണം, പബ്ലിക് ആവേണ്ടത് പബ്ലിക് ആക്കണം. ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ തുറന്നു പറയണമെന്നൊക്കെ പല ആൾക്കാരില്ലേ ചോദിക്കാണ്ട് തന്നെ എല്ലാം വളരെ A to Z കാര്യങ്ങൾ ഇങ്ങനെ പറയും.
ചോദിക്കുന്നതിന് പറഞ്ഞാൽ മതി. കാരണം ഒരു ഫാമിലി ലൈഫൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ നോക്കി നടത്തുന്ന സമയത്ത് നമ്മൾ നാക്കിനൊരു എല്ല് വെക്കണം അല്ലേ? അപ്പോൾ രേണുസുതിക്ക് ഒരു അമ്മ എന്നുള്ള ലെവലിൽ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. അത് അനുഭവങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളും ദുരിതത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ബോധമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിൽ രേണുസുതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, വെറുതെ വളവളാന്ന് ഹിസ്റ്ററി മൊത്തം പറയുന്നില്ലല്ലോ, മറ്റുള്ളവരെക്കുറിച്ച് വെറുതെ കുറ്റം പറയണില്ല, ഗോസിപ്പ് പറയണമൊന്നുമില്ല. അതിനും രേണുസുതി മുത്താണ്. ആ തന്നെ, എന്താണ് ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഫോട്ടോ ആണോ? ഇതാണ് മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു. ഈ ചെങ്ങായി ആരാ അറിയോ? ഈ ചെങ്ങായി രേണുസുതിയുടെ കൂടെ മറ്റേ പൊന്നാമ്പൽ പുഴയിറമ്മിൽ നമ്മൾ ഓഹോ ഇല്ല കേട്ടോ, ഈ പാട്ടിൽ മമ്മൂട്ടി മോഹൻലാലായിട്ട് അഭിനയിച്ചില്ലേ, അതിലെ മോഹൻലാലായിട്ട് എന്താ അഭിനയിച്ച ആളാണ് അത്രേ. അപ്പോൾ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ടാണ് ആരോ ഏതൊരു വ്ളോഗർ റിയാക്ഷൻ വീഡിയോയിൽ ഇതാണ് പാസ്റ്റർ ബിനു, രേണുവിൻ്റെ കിട്ടിയോ ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിട്ടു ഇത്ര ഇത് ബ്ലർ ചെയ്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് രേണു പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇത് ചെയ്ത് ഉളുപ്പില്ലാത്തവർ, ഞങ്ങളുടെ വീഡിയോസ് ഇത് കാണാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ തമ്പനയിൽ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കാണില്ല, അപ്പോൾ അറിയാം അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും എന്നൊക്കെ. അപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടി ആളുകൾ തമ്പനയിലൊക്കെ പല കളികൾ കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്. കാരണം രേണുസുതിയെക്കുറിച്ച് എന്തിട്ടാലും ആളുകൾ കാണാനുണ്ട്, അതാണ് അവസ്ഥ. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, 2 മക്കളുള്ളതാണ്. അതൊക്കെ ലൈഫ് സംഭവിച്ച് മറഞ്ഞ കാര്യങ്ങളാണ്, പാസ്റ്റ് ആണ് അതൊക്കെ. എനിക്ക് തോന്നുന്നു ഇതൊന്ന് എൻ്റെ ഒരു സംശയം, അയ്യോ നമ്മൾ വെറുതെ ഗസ് ചെയ്തിട്ട് കാര്യമില്ല, അസ്യൂം ചെയ്തിട്ടും കാര്യമില്ല, ഒരാളുടെ ലൈഫാണ്. ഈ പറയുന്ന വ്യക്തിക്ക് ഭാര്യ 2 മക്കളുണ്ട് പറഞ്ഞല്ലേ, അതൊരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ ഇതിനു മുമ്പ് പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ഉണ്ടാവാതിരിക്കാം. ജീവിതത്തിൽ ഒരാളത്തേക്കെങ്കിലും പ്രണയം തോന്നിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ശരിക്കും എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ അങ്ങനെ വല്ല പ്രണയബന്ധമായിരിക്കാം, പ്രണയബന്ധത്തിലുള്ള ആളായിരിക്കാം, ഈ പറയുന്ന 2 കുട്ടികളുള്ള, കല്യാണം കഴിഞ്ഞ് ഭാര്യ 2 കുട്ടികളുള്ള ആൾ ആയിരിക്കാം മേ ബി. ഞാനതിനെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അതായിരിക്കും. അതാണെങ്കിൽ തന്നെ ഇപ്പം എന്താ പ്രശ്നം? നല്ല കാര്യമല്ലേ, നല്ല കാര്യമൊന്നുമല്ല, ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഇവിടെ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. ചിലപ്പോൾ അയാൾ നമ്മളെ എന്തെങ്കിലും ദുരിതങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം, നമ്മളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഫാമിലി സമ്മതിക്കാത്തതുകൊണ്ട് കല്യാണം കഴിക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം, പലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തെങ്കിലും അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, പലതും സംഭവിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് നാട്ടും പുറത്തുള്ള ആളുകളുടെ കാര്യം അറിയാലോ. ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് കണ്ടാൽ തന്നെ അഗ്രമിൽ ഡിംഗോളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കണത് അല്ലേ. അപ്പോൾ അങ്ങനെ ആളുകൾ പറഞ്ഞായിരിക്കും ഓൾ അങ്ങനെ നന്നാവണത് നമുക്ക് പിടിക്കൂല എന്നൊക്കെ അല്ലേ, അതങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ പിന്നെന്താ ഞാൻ പറഞ്ഞു, ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ ആലോചിക്കാം അല്ല. അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് ഇപ്പോൾ രേണു മോശക്കാരി അങ്ങനെയല്ല കേട്ടോ പറയണത്. അതിപ്പോൾ ആവുമല്ലോ, എനിക്കൊക്കെ 2-3 പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 2 ചീറ്റിപ്പോയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വരണത്? അപ്പോൾ ഇവിടെ സംഗതി ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്, രേണുസുധി നല്ല ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരമ്മയാണ്, ഒരു യുവതിയാണ്. ആളുകൾക്കൊക്കെ നല്ല ഒരു പ്രചോദനം ആയിട്ട് മാതൃകയായിട്ട് ഉൾക്കൊള്ളാവുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കെന്തായാലും രേണുസുധിയുടെ ആ ബോൾഡ്നെസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്തുവാണ്? ഇന്നലെ എൻ്റെ കൂടെ അഭിനയിച്ച ആളാണിത്, കൊമ്പൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ചേച്ചി ലീഗലി എത്ര വിവാഹം ചെയ്തിട്ടുണ്ട്? അല്ല ഇപ്പൊ കെട്ടിയാലും കെട്ടില്ല, ഇവറ്റങ്ങൾക്ക് എന്നോട് ആരും ഇതുവരെ ആരും ചോദിച്ചില്ല. മെയിൻ സ്ട്രീം വന്നാണ് എന്നോട് വന്ന് ചോദിച്ചത്. എനിക്കത് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഞാൻ നാളെ കള്ളിയാവും. താലി കെട്ടുക അല്ലെങ്കിൽ അതാണ് വിവാഹം, എനിക്കതാണ് വിവാഹം. സുധിച്ചേട്ടൻ അല്ലെങ്കിൽ പറയട്ടെ, ഈ കമന്റ് ഇട്ടോട് പറയട്ടെ, എന്നെ ആരാ താലി കെട്ടിട്ടുള്ളൂ? പാസ്റ്റ് എന്ത് സംഭവിച്ചു അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിന് അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയുണ്ട്. അന്ന് അവനോടും പറഞ്ഞിട്ടുണ്ട്, എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങളും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ അതൊരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ലൈഫായി. ഈ കമന്റ് ഇടുന്നവരോടത്താ പറയുന്നത്, ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ള എനിക്ക് പറഞ്ഞു ഒന്നും ഇത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. എന്തായാലും എന്റെ ലൈഫിൽ എന്ത് ഇപ്പൊ വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും വിവാഹം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടാണ്. രജിസ്റ്റർ കമന്റ് ഇടുന്നവരുണ്ട്, ഈ ഞാലിയൊഴിക്കാര് തന്നെയാണ്, എല്ലാരും ഇല്ല. ഞാൻ ആ പേരെടുത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ്, കുറെ അനുഭവിച്ചതാണ്. ഒരു തൊള്ളി താഴത്തില്ല, ഇത് കണ്ട ഡൗണും ആകത്തില്ല. കാരണം അനുഭവിക്കുന്നതിന്റെ മാക്സിമത്തിന് അപ്പുറം അനുഭവിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ.
രേണു മാത്രമല്ല ഭാര്യയായിട്ടുള്ളതെന്ന് പറഞ്ഞു വരാനും ആരും തന്നെ ഉണ്ടായിരുന്നു. രേണു എനിക്ക് വേറെ കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു വരാനോ വേറെ കെട്ടിയതാന്ന് പറഞ്ഞു വരാനോ ആളില്ല, ഉണ്ടായിരുന്നില്ല, ആരുമില്ല. ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് തകിടം പറഞ്ഞ് ഒരു 1.5 വർഷം, ഒരു 6 മാസം ആയില്ലെന്ന് തോന്നി, ചാന്ത് പൊട്ടിറങ്ങിയതോട് കൂടിയാണ് എല്ലാത്തിനും രേണുസുതി മാത്രം ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അവളെ എങ്ങനെയല്ലേ തകർക്കണം? ശരിയല്ലേ, രേണുസുതി തകരത്തില്ല. തീ കൊരുത്തവര് വെയിലത്ത് വാടത്തില്ലെന്ന് പറഞ്ഞത് സംഭവം അത് തന്നെയാണ് രേണുസുതി. അതാണ് രേണുസുതി ആരെ പീഡിപ്പിച്ചിട്ടുമില്ല, മോഷ്ടിച്ചിട്ടുമില്ല, ഒരു കൊലപാതകവും ചെയ്തില്ല, വിവാഹ തട്ടിപ്പ് കേസിലും രേണുസുതി ഇല്ല. ആരെ പറഞ്ഞു പറ്റിച്ച് ഞാൻ വിവാഹവും കഴിച്ചിട്ടില്ല, ആരെ പറഞ്ഞു പറ്റിച്ച് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പല പല കല്യാണം മാറി മാറി ഓരോരുത്തരെ പിടിച്ച് കെട്ടിയിട്ടുമില്ല, ആരുടെ മക്കളെ പീഡിപ്പിച്ചിട്ടില്ല, ഒരു ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് രേണുസുതിക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. ഇനി ഇവര് പറയുന്നത് ഈ കമന്റുകൾ, ആരോപണങ്ങൾ എനിക്ക് വെറും ഞാനൊന്നും പറയുന്നില്ല. ഇത്തരത്തിൽ ചേച്ചിയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ തോക്കുന്നോണം വരെ നിങ്ങൾ മടുക്കുന്നോണം വരെ കുത്തിപ്പൊക്കുക. രേണുസുതിക്ക് അതൊന്നും ഏൽക്കത്തില്ല. ചെയ്തൊരു വ്യക്തിയുടെ, ഒരു ചേട്ടന്റെ ഫോട്ടോ ബ്ലറർ ആക്കിയിട്ട് ഇതാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നാണമുണ്ടോ? അതാരാണ് എടുത്തിട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, സത്യം എന്തിനാണ് നിങ്ങൾ വളച്ചൊടിക്കുന്നത്? ഞാനുള്ള സത്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആളെ ബ്ലറാക്കിട്ട് ഇതാണ് പാസ്റ്റർ, ഇനി അടുത്ത ആളെ ബ്ലറാക്കിട്ട് ഇവള് പൂജാരിയെ കെട്ടി, ഇനി അടുത്ത ആളെ ബ്ലറാക്കിട്ട് എടുത്തിട്ടില്ല. ഇവരൊക്കെ വന്ന് തെളിയിക്കട്ടെ തന്നെ. എനിക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടെന്ന്, കോടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് വേറൊരു അക്കൗണ്ട്, നിങ്ങളെയൊക്കെ കാണിക്കാൻ വേറൊരു അക്കൗണ്ട്. അതായത് രേണുസുതിയുടെ ഒരു അക്കൗണ്ടിൽ മറ്റേ സ്കൂൾ വർക്കുന്ന ടൈമിൽ ജൂൺ 2-ന് ജൂൺ 1 എന്തോ ഇൻ്റർവ്യൂ വന്നപ്പം 951 റുപ്യ എന്തോ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് രണ്ടാമത്തെ അക്കൗണ്ട് ആയിരിക്കും, ആദ്യത്തെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഉണ്ടാവുന്നത് ഏതൊരു ചെക്കായി കമൻറ്റ് ചെയ്താറുള്ളൂ. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് പറയുന്നത് ആകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ. അമ്മമാർക്ക് അപ്പോൾ എന്തൊക്കെയാണ് അല്ലേ, എന്തിൻ്റെ സൂക്കേടാണ്? രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം. പുറമേ കാണുന്നതോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന 2 റീലോ ഒരു പോസ്റ്റോ ഒരു സ്റ്റോറിയോ അല്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന, എനിക്ക് പറയാനുള്ള, ഞാൻ ഇപ്പോഴും പറയാണ്, അന്ന് എനിക്കൊന്നും പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം എന്റെ പഴയ ലൈഫിനെ പറ്റി എനിക്ക് പറയേണ്ടതായിട്ട് വന്നില്ല. കാരണം എന്റെ ചേട്ടൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അറിയാവുന്നവർക്ക്, എന്റെ ഹസ്ബൻഡിന് അറിയാം എന്റെ കാര്യം. പക്ഷെ ഇന്ന് എനിക്കിത് പറയാൻ ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ ഈ ഒരു ആരോപണങ്ങൾക്ക് എനിക്ക് ഇതേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് എന്റെ ഭർത്താവ് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ് അതങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയാണ്. പിന്നെ ഇത് കുത്തിപ്പൊക്കി ഇതെനിക്ക് സംസാരിക്കേണ്ടത് വന്നത് ഈ ഒരു ചുമ്മാ ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കൊണ്ടാണ്. സത്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ രേണുസുതി ഇതിൽ പറയുന്ന കാര്യമുണ്ട്, അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് ഈ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടല്ല, അവർ പറയുന്നത് ഒരുപാട് ജോലികളുണ്ട്, ഷൂട്ട്, അത് ലൊക്കേഷൻ, ഓരോ പല സ്ഥലങ്ങളിൽ പോവുക, ഷൂട്ടിങ്, റെസ്റ്റ് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാകുമ്പോൾ പ്രാന്താവുകയാണ്. അല്ലാണ്ട് ആൾക്കാർ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് സങ്കടപ്പെടില്ല. അതൊന്നും ഒരുപാട് പഠിക്കണം കേട്ടോ. വിധവകളായിട്ടുള്ള ദുരിതം അനുഭവിക്കുന്ന പെണ്ണുങ്ങളോ ആണുങ്ങളോ ആരോ ആയിക്കോട്ടെ, നമുക്കെതിരെ പല രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ, ഒറ്റപ്പെടുത്താൻ, കുറ്റപ്പെടുത്താൻ, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്താനൊക്കെ ഒരുപാട് ശക്തികളുണ്ടായിരിക്കും. ഇതിലൊന്നും തകർന്ന് തരിപ്പണമാവാണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ബൈ സയോ ഗൈസ്.